ഹലോ ചങ്ങന്മാരെ, അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പാലക്കാട്ടേക്ക് വീണ്ടും ഞങ്ങൾ ചൂണ്ടയിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടി 2000 എണ്ണയൊക്കെ അടിച്ച് ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ വിടുക കേട്ടോ പാലക്കാട്. അങ്ങനെ ഞങ്ങൾ ഓരോ വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നേരെ പാലക്കാട് പോയി. പാലക്കാട് ടൗണെത്തി മറ്റേ കോയമ്പത്തൂർ റോഡുണ്ടല്ലോ, ആ കോയമ്പത്തൂർ റോഡിൽ ഇങ്ങനെ പോയി നേരെ ചിറ്റൂരെത്തി വണ്ടിത്താവള റൂട്ടിന് 2 കിലോമീറ്റർ കഴിഞ്ഞാൽ അത് പിന്നെ നമ്മളെ ഭാരതപ്പുഴ. അങ്ങനെ ആ ഭാരതപ്പുഴയിലാണ് നമ്മൾ ചൂണ്ടലിടാൻ തീരുമാനിച്ചത്. പാലം ഇറങ്ങിയപ്പോഴാണ് സംഗതി മനസ്സിലായത്. ആളയാർ ഡാം തുറന്നിട്ട് 2 ഭാഗം ഫുള്ള് വെള്ളം എന്ന് പറഞ്ഞാൽ അട്ടാറ് വെള്ളം. ചൂണ്ടലുള്ള ഒരു രക്ഷയില്ല, നടക്കില്ല, അത്രയും വെള്ളം. അപ്പോൾ അവിടെ ഉള്ള ഒരാളോട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വെള്ളം വരുന്ന ആൾ. ഞങ്ങൾക്ക് ആ നാട് ശരിക്കും അറിയില്ലല്ലോ. നമ്മളിങ്ങനെ ഡാം അടക്കുമ്പോൾ വന്നിട്ട് അവിടെ അങ്ങനെ സിലോപ്പി ഇതൊക്കെ പിടിക്കണമായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫുള്ള് വെള്ളം. ഞങ്ങൾ കാറെടുത്തിനടുത്തൊക്കെ ഒരാളായിട്ടിന് വെള്ളമുണ്ട്. അത്രയും വെള്ളമുള്ളൊരു സ്ഥലമായി മാറി. ഒന്നും ആലോചിച്ചില്ല, ഞങ്ങൾ തിരിച്ചു. ഞങ്ങൾ എന്താ വിചാരിച്ചു വെച്ചാൽ നേരെ നരകംപള്ളി പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ചിറ്റൂർ നരകംപള്ളി റൂട്ടിന് ഇങ്ങനെ പോയി. മനോഹരമായ സ്ഥലം കേട്ടോ, അടിപൊളി സ്ഥലം, കാണണം. കേരളത്തിൻ്റെ പ്രകൃതി എന്ന് പറയുന്നത് ഈ റൂട്ടാണ്. ഇങ്ങനെ പോയി. പക്ഷേ അവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ചെറിയ റോഡാണ്. 3 മീറ്റർ, 1.5 മീറ്റർ, 2 മീറ്ററൊക്കെ ഉള്ള റോഡാണ്. ഒരു വണ്ടി വന്നാൽ പിന്നെ നമ്മൾ സൈഡാക്കും. ഏതായാലും അങ്ങനെ പോയി നരകംപള്ളി എത്തി. നരകംപള്ളി സൈറ്റിലെത്തി നോക്കുമ്പോൾ പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞ പോലെ അടക്കണം. വെള്ളത്തിൻ്റെ ആറാട്ട്. ചൂണ്ടലിടാൻ പോയിട്ട് ഒന്നിനും നടക്കില്ല. ഞങ്ങൾ ചൂണ്ടൽ സെറ്റാക്കാനൊക്കെ തീരുമാനിച്ച് ഇങ്ങനെ നിന്ന് കുറച്ച് നേരമൊക്കെ വെറുതെ അങ്ങനെ ചൂണ്ടലിട്ട് നിന്ന് നടക്കൂല. അപ്പോൾ പിന്നെ ഞങ്ങൾ റൂട്ട് വീണ്ടും മാറ്റി പിടിച്ചു. നേരെ പോയി ബ്രിട്ടീഷ് പാലത്തിനൊക്കെ എത്തിയപ്പോൾ ബ്രിട്ടീഷ് പാലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും ബാഗൊക്കെ സെറ്റാക്കി നേരെ ബ്രിട്ടീഷ് പാലത്തിനൊക്കെ എത്തിയപ്പോൾ ആർക്കും ചൂണ്ടലുണ്ട്. പാലം കാണും, നല്ല വീതിയുള്ള പുഴ. അതേപോലെ തന്നെ എല്ലാവർക്കും സ്ഥലം കാണണം. അങ്ങനെ ഞങ്ങൾ സ്ഥലമൊക്കെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വീണ്ടും ചൂണ്ടലൊക്കെ സെറ്റാക്കി ഞങ്ങൾ വീണ്ടും ചൂണ്ടലിടാൻ പോവാണ്. ചൂണ്ടൽ ഇങ്ങനെ ഇട്ട് കുറച്ച് നേരം ഇങ്ങനെ ചൂണ്ടലിട്ട് നിന്ന്. അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മളെ ചങ്ങായിക്കൊരു മീൻ കിട്ടി. അത് മീൻ കിട്ടി നോക്കുമ്പോൾ ക്യാമറമ്മ ഫുള്ള് വെള്ളവും ഇതൊക്കെ ആയിട്ട് ആ കിട്ടിയ മീനെ കരയത്തേക്ക് എത്തിച്ചാൽ കഴിഞ്ഞില്ല. കരയത്തേക്ക് എത്തിച്ചാൽ വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ അടുത്തത് ഏതായാലും കിട്ടിയ മീനിനെ വീഡിയോസ് എടുത്തു. ഇതാണ് വീഡിയോസ്. കാണാൻ തന്നെ രസമുണ്ട്, നല്ല മീനാണ്. കുറുവാപ്പാരിൽ അറിയുന്ന സാധനമല്ലേ. ഏതായാലും ഞങ്ങൾ 5 ആൾ പോയിട്ട് ഞങ്ങൾക്ക് 5 മീൻ കിട്ടി. 3 കുറുവാപ്പാരിലും ഒരു പള്ളത്തി, ഒരു പാരറ്റും ചൂണ്ടിടാൻ പോയിട്ട് കിട്ടിയതാണ്. ഇനി അടുത്ത പ്രാവശ്യം നോക്കാം. 2000 റുപ്യക്ക് എണ്ണടിച്ച് പോയിട്ട് കിട്ടിയ എൻജോയ്മെൻ്റ് അല്ലേ. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.